ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുൻപ് ഒരു കാര്യം കൂടെ, നമ്മുടെ ഗിവ് എവേയുടെ ലാസ്റ്റ് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതും കൂടെ ഇതിലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു 1/4 കിലോ 250 ഗ്രാം ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് കത്തി വെച്ചിട്ടിങ്ങനെ വരഞ്ഞിട്ട് ആ ഒരു നാര് വലിച്ചു കളയുമല്ലോ, അത് കത്തി വെച്ചൊന്ന് വരയുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇങ്ങനെ ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടത്. 1-2 ടീസ്പൂണിൻ്റെ ഉള്ളിൽ എന്തായാലും വേണ്ടി വരും, കാരണം വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും കൂടുതലായിട്ടില്ല. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് വേണ്ടി വരില്ല, കാരണം നമ്മൾ സോയ സോസിൽ കുറച്ച് ഉപ്പ് ഉണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത്. നല്ല ഫൈനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നല്ല അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു 1-1.5 ടീസ്പൂൺ അത് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്നിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക. കൂടുതൽ സമയം വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ചെമ്മീൻ മുക്കി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ആ പൊടികളൊന്ന് മിക്സ് ആക്കുക. ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത്ര തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് തന്നെ മതി കേട്ടോ. പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ്, അതായത് ഈ ഒരു പൊടിയിലേക്കുള്ള ഉപ്പ് മാത്രം മതി. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളക് ചതച്ചതോടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ കാര്യങ്ങളും ഈ ഒരു മൈദയിലും കാര്യങ്ങളും മിക്സ് ആയിട്ട് വരട്ടെ. അതൊരു സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പൊടിയിലിട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. ആ ഒരു പൊടി ആ ചെമ്മീനിൽ നല്ലോണം പിടിച്ചോട്ടെ. എന്നിട്ട് ഇനി ഇതെടുത്തിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടിൽ ഒന്നുകൂടെ ഇതുപോലെ നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ആ പൊടിയുടെ മിക്സിലിട്ട് നല്ലോണം ഒന്നുകൂടെ കവർ ചെയ്തെടുക്കണം കേട്ടോ. നല്ലൊരു കട്ടിയിൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത്യാവശ്യം കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നല്ലോണം പൊടിയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ കുടഞ്ഞെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി എടുക്കുക. ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളത്, എന്നിട്ട് അത് റെഡിയാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് ചെയ്താൽ മതി. ആദ്യമേ തന്നെ എല്ലാം ഒന്നിച്ച് ചെയ്ത് വെക്കണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആവുന്ന സമയം മതി. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അത്യാവശ്യം ഓയിൽ ചൂടായിരിക്കണം, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അത്രയ്ക്കൊന്നും സമയം വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഒരു സൈഡ് റെഡി ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കറക്റ്റ് ഇതുപോലെ നല്ല കറക്റ്റ് കളറാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ബാക്കിയുള്ള 2 ബാച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് റെഡിയാക്കാം. നല്ല ചൂടോട് കൂടി തന്നെ ആ ഒരു ക്രിസ്പിയിൽ കഴിക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സാധാരണ കൂടുതലായിട്ടും ചിക്കനാണ് ഇങ്ങനെ ചെയ്യുന്നത്, പക്ഷേ ചെമ്മീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സോസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അറിയുന്നത് തന്നെയായിരിക്കും, നമ്മൾ ക്യാപ്സിക്കം സോസാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ വേറൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസ് റെസിപ്പിയാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഗിവ് എവേ വിന്നർ ആരാന്നുള്ളത് കൂടെ നോക്കാം. ലാസ്റ്റ് ഗിവ് എവേയിൽ വന്നിട്ടുള്ള വിന്നറാണ് കേട്ടോ ഇത്. ഒരു 5500ഓളം കമൻറ്റ്സ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു കമൻറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നല്ലോ അത് ഈ ഒരു ഗിവ് എവേ നടത്താനുള്ള സാഹചര്യം എന്താണെന്നുള്ളത്. അപ്പോൾ വിന്നർ ആരാന്നുള്ളത് നമ്മൾ യൂട്യൂബ് റാൻഡം കമൻറ്റ് പിക്കർ വഴി ഒന്ന് നോക്കാം. പിന്നെ ഈ ഒരു ഗിവ് എവേയിൽ പങ്കെടുക്കാനായിട്ട് കമൻറ്റ്സ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം നിങ്ങളാണല്ലോ നമ്മുടെ എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിന്നറായിട്ട് വന്നിട്ടുള്ളത് സീനത്ത് മുനീറാണ്. കൺഗ്രാറ്റ്സ് സീനത്ത്, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഗിവ് എവേ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഉടനെ തന്നെ അറിയിക്കാം, പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള 7 വിന്നേഴ്സിനും അവരുടെ പ്രൈസൊക്കെ കറക്റ്റ് അവരുടെ കൈകളിൽ തന്നെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീനത്ത് എന്തായാലും നമ്മൾ മെയിൽ ID ആയിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം.